നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അല്ല, ഞങ്ങൾ എന്തിനാ കൊണ്ടുവന്നേക്കുന്നത്? ഞങ്ങൾക്ക് പോയി വിവരമൊന്നും കിട്ടിയിട്ടില്ല. നിങ്ങളെ അണ്ണനൊന്ന് കാണണം, അതിനാ കൊണ്ടുവന്നത്. വന്നു സുഖമുള്ള സുഖം. എല്ലാം കൊണ്ടും പരമാനന്ദ സുഖമാണ് സാർ. അല്ല, ഞങ്ങൾ എന്തിനാ കാണണോന്ന് പറഞ്ഞേ? നിങ്ങൾ പഠിക്കുന്ന പിള്ളേരല്ലടാ, ചെറിയൊരു ജോലി വരാനാ വിളിപ്പിച്ച. ജോലിയോ? ഞങ്ങളങ്ങനെ ജോലിക്കൊന്നും പോകാറില്ല സാർ. അത് മോശമല്ലേ ബോയ്സ്? പഠിക്കുന്നതിനിടയിൽ ഒരു പാർട്ട് ടൈം ജോലിയൊക്കെ ആവാം. അല്ല, എന്ത് ജോലി? ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്കൊരു ജോലി തരാം. നൈറ്റ് ഡ്യൂട്ടി ആണോ? അതെ, ഇന്നൊരു ദിവസത്തെ നൈറ്റ് ഡ്യൂട്ടി. മനസ്സിലായില്ല. ഇന്ന് രാത്രി നിങ്ങളൊരു സ്ഥലം വരെ പോണം. ഏത് സ്ഥലം? റോസ്മേരി ഹോസ്റ്റൽ. അയ്യോ 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 സാറ്, അവിടെ പുരുഷന്മാരെ കേട്ടില്ല, അങ്ങോട്ട് പോലെ പറ്റില്ല. രാത്രി തീരെയും പോകാൻ പറ്റൂല. ആണുങ്ങൾക്ക് അവിടെ പ്രവേശനം ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ മതിലിയാടി കയറാ. അയ്യോ സാറ്, അത് രാത്രി റോസ്മേരി ഹോസ്റ്റലിന്റെ മതിൽ ചാടി കയറാനോ? എന്തിനാ ഞങ്ങൾ അവിടെ കയറുന്നേ? ആ ഹോസ്റ്റലിൽ താമസിക്കുന്ന 5 സുന്ദരികൾക്കൊപ്പം ആണാണോ പെണ്ണാണോ എന്നറിയാത്ത ഒരാളുണ്ടെന്ന് നിങ്ങളെന്ന് പറഞ്ഞില്ലേ? ഞങ്ങൾ അങ്ങനെ പറഞ്ഞു? പറഞ്ഞായിരുന്നോടാ? ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരാളെ അറിയില്ല. പറഞ്ഞായിട്ട് ഓർമ്മ പോലും ഇല്ല. അല്ലടാ, ഓർമ്മയില്ല. ഇഷാനെ, ഇവന്മാർക്കൊന്നും ഓർമ്മയില്ലല്ലോടാ. നീ ഒന്ന് പറഞ്ഞുകൂടാ. ചെല്ലടാ. നിങ്ങൾ പറഞ്ഞ കാര്യം ഓർമ്മയിലാണ് നിങ്ങൾക്ക്? ആ ഹോസ്റ്റലിനകത്ത് നിങ്ങൾ അന്ന് പറഞ്ഞതുപോലെ ഒരാളുണ്ടോ എന്ന് കൺഫേം ചെയ്യണം. 5 സുന്ദരിമാർക്കിടയിൽ 6ാമതൊരാളുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ കണ്ടെത്തണം. അയ്യോ, നിങ്ങൾ കണ്ടെത്തിയിട്ട് അത് എന്നെ വിളിച്ചറിയിക്കണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ട ജോലി. ഇന്ന് രാത്രി 10 മണിയാവുമ്പോ നിങ്ങൾ ആ ഹോസ്റ്റലിൽ കയറും. സാറേ, ഇക്കാര്യത്തിനായിട്ട് ഞങ്ങൾ പാതിരാത്രി ഹോസ്റ്റലിൽ കയറിയ പെമ്പിള്ളേരെ ഞങ്ങൾ എടുത്ത് പഞ്ഞിക്കിട് സാറേ. പാതിരാത്രി അവിടെ കയറാൻ പറ്റൂല. വേണോ ഞങ്ങൾ ഫോൺ ചെയ്ത് ചോദിക്കാം. ആ ഹോസ്റ്റലിൽ കയറിയ പിള്ളേര് പഞ്ഞിക്കിടുന്നാണോ നിന്റെയൊക്കെ പേടി? അതെ സാറേ. നിങ്ങൾ ഹോസ്റ്റലിൽ കയറിയില്ലെങ്കിൽ 2ന്റെ മൂക്കിൽ പഞ്ഞു വയ്ക്കേണ്ടി വരും. ഏതാ വേണ്ടെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. സാറേ, ഞങ്ങളെ കൊല്ലല്ലേ സാറേ. ഞങ്ങളിവിടെ കേറാം. ഞങ്ങൾ ഇന്ന് 12 മണിക്ക് തന്നെ പൊക്കോളാം. ഇന്ന് തന്നെ പോ സാറേ, ഇന്ന് തന്നെ പോ. ഗുഡ് ബോയ്സ്. സുന്ദരനായി. സൂപ്പർ. എങ്ങനെയുണ്ട്? ഇപ്പഴാ നീ ശരിക്കും പ്രേതമായത്. അതെ അതെ, ഈ ലുക്കിൽ ഇവനെ കണ്ട ആരും ഒന്ന് പേടിക്കും. അമ്മേ, എനിക്ക് പോലും പേടിയാവുന്നു. അപ്പൊ അലീനയുടെ കാര്യം പറയാനുണ്ടോ? അവന്മാര് 3 പേരും പേടിച്ച് വിറയ്ക്കണം. അവര് പേടിച്ച് വിറച്ചില്ലെങ്കിലോ? എടാ, നീ അവരെ പേടിപ്പിക്കണം. എന്നാലും എന്നെ കണ്ട് അവര് പേടിക്കൂ? ആ
ആരെയും പേടിപ്പിക്കുന്ന ഒരു മുഖമല്ല എന്റേത്. എടാ, ഈ മുഖംമൂടി വെച്ചു കഴിഞ്ഞാ പിന്നെ നീ ആരാണെന്ന് അവർക്കാർക്കും അറിയില്ലല്ലോ. നീ ആരടന്നേ ഞങ്ങൾക്ക് മാത്രല്ലേ അറിയൂ. അല്ല, ശരിക്കും ഞാനൊരു പ്രേതമായോ? എനിക്കൊരു ഡൗട്ട്.